ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഗർഭാവസ്ഥയിലിരിക്കുന്ന പല സ്ത്രീകളെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് അവരുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഹെൽത്തി വെയിറ്റ് ആണോ അല്ലയോ എന്നുള്ളത്. എങ്ങനെയാണ് ശരിക്കും ഒരു സ്ത്രീയുടെ വെയിറ്റ്, ഗർഭിണിയായ ഒരു സ്ത്രീയുടെ വെയിറ്റ് നമ്മൾ കണക്കാക്കാന്ന് അറിയാമോ? ശരിക്കും നമ്മൾ ഒരു സ്ത്രീയുടെ വെയിറ്റ് എപ്പോഴും അവരുടെ ഹൈറ്റിന് ആനുപാതികമായിട്ടാണ് വേണ്ടത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 155 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു സ്ത്രീക്ക് 55 കിലോഗ്രാം ആണ് ശരിക്കും ആവറേജ് വെയിറ്റ് ആയിട്ട് വേണ്ടത്. അതെങ്ങനെ നമ്മൾ കണക്കാക്കാന്ന് വെച്ചാൽ നമ്മുടെ ഹൈറ്റ് മൈനസ് 100 ആ രീതിയിലാണ് നമ്മൾ വെയിറ്റ് കണക്കാക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. 155 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നും മൈനസ് 100 എന്ന് പറയുമ്പോൾ പിന്നെ 55, അപ്പൊ 55 കിലോഗ്രാം ആണ് ആ സ്ത്രീക്ക് നോർമലി വേണ്ട വെയിറ്റ്. ഇങ്ങനെയാണ് നമ്മൾ സ്ത്രീകളുടെ വെയിറ്റ് നമ്മൾ ഹെൽത്തി വെയിറ്റ് ഗെയിൻ ആണോ അല്ലയോ എന്ന് കണക്കാക്കുന്നത്. ഇനി നമ്മൾ ഗർഭാവസ്ഥയിലിരിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ശരിക്കും വെയിറ്റ് ഗെയിൻ വേണം അല്ലേ? നമ്മൾ ഡെലിവറി ഒക്കെ ആകാനാവുമ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവേണ്ടതുണ്ട്. ഇനി എത്ര കിലോയോളമാണ് ഇൻക്രീസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് ഹെൽത്തി വെയിറ്റ് ആണോ അല്ലയോ എന്ന് നമ്മൾ ചോദിച്ചാൽ, നോർമലി ഇതുപോലെ ഹെൽത്തി വെയിറ്റ് ഉള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഗർഭിണിയാവുന്നതിന് മുൻപേ തന്നെ നല്ല ഹെൽത്തി വെയിറ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഗർഭാവസ്ഥയിൽ ഒരു 10-12 കിലോ അത്രയും വരെ വെയിറ്റ് ഗെയിൻ ഉണ്ടാവാറുണ്ട്. ഇനിയിപ്പോ അതല്ല, നമ്മൾ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ ഗർഭാവസ്ഥയിൽ അവർക്ക് മാക്സിമം ഒരു 14-15 കിലോ വരെ വെയിറ്റ് ഗെയിൻ ഉണ്ടാവേണ്ടതാണ്. അണ്ടർ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 155 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 39 അല്ലെങ്കിൽ 40 അത്രയും കിലോഗ്രാംസ് ഒക്കെ വെയിറ്റ് ഉള്ളൂ എങ്കിൽ അതിനെ നമ്മൾ അണ്ടർ വെയിറ്റ് എന്ന് പറയും. അപ്പോൾ അത്തരത്തിലുള്ള സ്ത്രീകള് ഗർഭാവസ്ഥയിൽ മാക്സിമം ഒരു 14 അല്ലെങ്കിൽ 15 കിലോഗ്രാം വരെയൊക്കെ വെയിറ്റ് ഗെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ചിലർക്ക് ഓവർ വെയിറ്റ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഗർഭാവസ്ഥയിൽ മാക്സിമം അവരൊരു 7 kg അതും അല്ലെങ്കിൽ ഒരു 9 kg അത്രത്തോളമേ വെയിറ്റ് ഗെയിൻ ഉണ്ടാവാൻ പാടുള്ളൂ. ഈ ഒരു രീതിയിലുള്ള വെയിറ്റ് ഗെയിനെയാണ് നമ്മൾ നോർമൽ ഹെൽത്തി വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത്, ഗർഭാവസ്ഥയിൽ ഹെൽത്തി വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എവിടെ നിന്നാണ് ഇത്രയും വെയിറ്റ് ഉണ്ടാവുന്നത്? ഈ ഒരു വെയിറ്റ് ഫുള്ള് നമ്മുടെ ശരീരത്തിന്റെ തന്നെ വെയിറ്റ് ആണോ? ഇതിനെ പറ്റിയിട്ട് പലർക്കും പല ധാരണകളാണുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 2.5 മുതൽ 3.5 ആ ഒരു റേഞ്ചിലുള്ള ബേബീസ് ആണ് ഒരു ഹെൽത്തി ബേബി എന്ന് നമ്മൾ പറയുന്നത്. ഡെലിവറി കഴിഞ്ഞ് കിട്ടുമ്പോൾ തന്നെ ഒരു 2.5 മുതൽ 3.5 അല്ലെങ്കിൽ ഒരു 4 കിലോ അത്രയും ഒരു കിലോഗ്രാംസിൽ വരുന്ന ബേബീസിനെ നമ്മൾ ഹെൽത്തി ബേബീസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അത്രയും കിലോ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞിന്റെ ഒരു വെയിറ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. നമുക്ക് ഉണ്ടാവുന്ന വെയിറ്റ് ഗെയിനിൽ ഒരു പങ്ക് തീർച്ചയായിട്ടും നമ്മുടെ യൂട്രസിൽ വളരുന്ന നമ്മുടെ കുഞ്ഞിന്റെ ഒരു വെയിറ്റ് ആയിരിക്കും. പിന്നെ നമുക്കറിയാം ഗർഭാവസ്ഥയിൽ നമ്മുടെ ബോഡി ഫുള്ള് ചേഞ്ച് സംഭവിക്കാറുണ്ട്. യൂട്രസ് വലിപ്പം വെക്കാറുണ്ട്, അപ്പൊ യൂട്രസിന്റെ വെയിറ്റ് ഉണ്ട്. പിന്നെ കുട്ടി കിടക്കുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ ആ ഒരു തിക്നെസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മുടെ ബോഡിയിൽ വെയിറ്റ് കൂടും. പിന്നെ പ്ലാസന്റയുണ്ട്, അപ്പൊ പ്ലാസന്റയുടെ വെയിറ്റ് വരാറുണ്ട്. പിന്നെ നമുക്കറിയാം നമ്മുടെ ബ്രസ്റ്റിൽ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാനായിട്ട് ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ബ്രസ്റ്റിന്റെ ഒരു വെയിറ്റ് വരാറുണ്ട്. അങ്ങനെ ഓവറോൾ നമ്മുടെ ബോഡിയിൽ ഫുള്ള് ചേഞ്ചസ് ആണ് അല്ലെ? പ്രഗ്നൻസി എന്ന് പറയുന്നത് ഫുൾ നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുൾ ബോഡിയിൽ എന്തൊക്കെയാണോ അതിനെല്ലാത്തിനും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വെയിറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുഞ്ഞിന്റെ വെയിറ്റ് മാത്രമല്ല നമ്മുടെ ബോഡി വെയിറ്റും എല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് പ്രഗ്നൻസിയിലുള്ള നമ്മുടെ ആ ഒരു ഹെൽത്തി വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത്. ഇനി ഹെൽത്തി വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ടൈപ്പ് ഫുഡാണ് കഴിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ചിലരൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളവർ പറയും ഗർഭിണി എപ്പോഴും 2 പേർക്ക് വേണ്ട ആഹാരം കഴിക്കണം, കാരണം ഒന്നല്ലല്ലോ 2 ആളല്ലേ, ഉള്ളിൽ കുട്ടിയും വളരുന്നില്ലേ, അപ്പൊ കുഞ്ഞിനും കൂടി വേണ്ട ഭക്ഷണം കഴിക്കണം എന്നൊക്കെ നമ്മുടെ പണ്ടൊക്കെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ പറയുന്നതായിട്ടുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ ശരിക്കും നമുക്ക് വേണ്ട, നമ്മൾ തൃപ്തിയോടെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ ഫുഡ് വയറ് നിറച്ച് കഴിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതും ഒരു 6 നേരമായിട്ട്, നമ്മൾ നോർമലി 3 നേരം കഴിക്കുന്നത് കുറച്ച് 6 നേരമായിട്ട് കഴിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത്. 2 ആൾക്ക് വേണ്ട ഫുഡൊന്നും കഴിക്കണ്ട, നമുക്ക് വയറ് നിറയുന്ന രീതിയിൽ സന്തോഷമാവുന്ന രീതിയിൽ നമ്മൾ ഫുഡ് കഴിക്കുക.
അങ്ങനെയാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ദിവസവും നമ്മൾ നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഇലക്കറികൾ കൂടുതൽ ഉൾപ്പെടുത്തുക. പ്രഗ്നൻസി ടൈമിൽ അതിൽ ധാരാളം വൈറ്റമിൻസ് ഉണ്ട്, ഇലക്കറികൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കൂടുതൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ, സ്വീറ്റ് പൊട്ടറ്റോ, അതൊക്കെ നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. പിന്നെ പല നിറത്തിലുള്ള പച്ചക്കറികൾ, അതായത് ഇപ്പം ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, വഴുതനങ്ങ, ക്യാപ്സിക്കം, അങ്ങനെ പല നിറത്തിലൊക്കെയുള്ള പച്ചക്കറികൾ നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഡെയിലി ഓരോ മുട്ട അത് നമ്മൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുക. പിന്നെ ഒരു ഗ്ലാസ് പാല്, പിന്നെ ഒരു കൈക്കുമ്പിൽ നിറയെ ഡ്രൈ ഫ്രൂട്ട്സ്. ഇത്രയുമാണ് നോർമലി നമ്മൾ പ്രഗ്നൻസി ടൈമിൽ ഹെൽത്തി ആയിട്ടുള്ള ആ ഒരു ഫുഡ് എന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് എന്തൊക്കെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ കഴിക്കുക. അതിൽ വെജ് ഉണ്ടാവണം, നോൺ വെജ് ഉണ്ടാവണം, സ്പൈസസ് ഉണ്ടാവണം, കടല, പരിപ്പ്, പയറുവർഗ്ഗങ്ങൾ അതെല്ലാം നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ ഹെൽത്തി ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവത്തുള്ളൂ. അത് മാത്രമല്ല, നമ്മൾ അമ്മ കഴിക്കുന്നതാണല്ലോ കുഞ്ഞിനും കിട്ടുന്നത്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ബേബീസ് ഒക്കെ ഉണ്ടാവാനായിട്ട് അമ്മ തീർച്ചയായിട്ടും നല്ല ഹെൽത്തി ഫുഡാണ് കഴിക്കേണ്ടത്. പിന്നെ ഇതിനെല്ലാത്തിനും പുറമെ നമ്മൾ ഓവർ വെയിറ്റ് ആവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, 2 പേർക്ക് വേണ്ട ഭക്ഷണമൊന്നും കഴിക്കണ്ട, നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നാൽ മതി. അപ്പോൾ ആ ഒരു വെയിറ്റ് കൃത്യമായ രീതിയിൽ മാത്രമേ പോകത്തുള്ളൂ. അതല്ലാതെ നമ്മൾ 2 പേർക്ക് വേണ്ട ഫുഡൊക്കെ കഴിച്ച് കാണുന്ന എല്ലാം ഒരുപാട് നോൺ വെജ് ഒക്കെ കഴിച്ചിട്ട് കുട്ടിക്ക് നല്ല വെയിറ്റ് വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാനും നന്നായിട്ട് ഫുഡ് കഴിച്ചേക്കാം എന്ന് കരുതി ഒരുപാട് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഓവർ വെയിറ്റ് ഉണ്ടാക്കും. അപ്പോൾ ഓവർ വെയിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റേഷണൽ ഡയബറ്റീസ് അതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഗർഭിണികളിൽ കാണുന്ന പ്രമേഹത്തിലേക്കൊക്കെ മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ ഒരുപാട് മധുരമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ, മധുര പലഹാരങ്ങളൊക്കെ ഒത്തിരി കഴിച്ചിട്ടുണ്ടെങ്കിൽ അതും ഇതുപോലെ ഡയബറ്റീസ് ഉണ്ടാവാനായിട്ട് കാരണമാകും. അത് പിന്നെ പ്രഗ്നൻസി ഭയങ്കര കോംപ്ലിക്കേഷൻ ആവാനായിട്ടുള്ളൊരു ചാൻസും കൂടി ഉണ്ട്. പിന്നെ ചിലർക്ക് ഇങ്ങനെ ഓവർ വെയിറ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ബേബീസിനും ഇതുപോലെ വെയിറ്റ് കൂടാറുണ്ട്. ഒരു 4 കിലോയിലൊക്കെ അധികം ചിലപ്പോൾ റെയർ ആയിട്ട് അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, അത് പ്രഗ്നൻസി വളരെ കോംപ്ലിക്കേഷൻ ആവും, ഡെലിവറി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഒരു നോർമൽ ഡെലിവറിക്ക് ഒന്നും ഒരു പോസിബിലിറ്റിയും ഇല്ലാതെ വരും ബേബിക്ക് വെയിറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ഓവർ വെയിറ്റ് ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക. പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ചെറിയ ചെറിയ എക്സസൈസുകളൊക്കെ കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ള ജോലികൾ അതൊക്കെ കണ്ടിന്യൂ ചെയ്യുക. ആ ഒരു പീരീഡ് ഫുള്ള് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു. നമസ്കാരം. കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും വേണ്ടി യാതൊരു മായവും ചേർക്കാത്ത, യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത വുമൺ ടു ഫ്ലൈൻ്റെ ഫുഡ് പ്രൊഡക്ട്സുകളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് ഹോം മെയ്ഡ് ഫുഡ് പ്രൊഡക്ട്സുകളാണ്. അതിലാദ്യത്തേത് കുന്നം കായപ്പൊടിയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ധാന്യക്കൂട്ടുപൊടിയുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റാഗി പൗഡർ, ഉരുക്ക് വെളിച്ചെണ്ണ, പിന്നെ അതുപോലെ തന്നെ പനക്കൽക്കണ്ടം, ഇതെല്ലാം തന്നെ ഈ ഒരു വുമൺ ടു ഫ്ലൈൻ്റെ ഹോം പ്രൊഡക്ട്സുകളാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ട്, അവരുടെ പാലൊക്കെ കുറവുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് ന്യൂ മംസ് ഹെൽത്ത് മിക്സ് പൗഡർ വളരെ നല്ലതാണ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗർഭിണികളായിരിക്കുന്നവർക്കും ഗർഭസ്ഥ ശിശുവിൻ്റെ പൂർണ്ണമായ വളർച്ചയ്ക്കും സഹായിക്കാവുന്ന പ്രഗ്നൻസി ഹെൽത്ത് മിക്സ് പൗഡറും വളരെ നല്ലതാണ് ആ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ഈ ഒരു വുമൺ ടു ഫ്ലൈൻ്റെ അതുപോലെ സ്ട്രോങ് വുമൺ ഹെൽത്ത് മിക്സ് പൗഡർ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇത് വാങ്ങി ആ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള പൊണ്ണത്തടി, ഡയബറ്റിക്സ്, കൊളസ്ട്രോൾ, പ്രഷർ സംബന്ധമായ രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ഇതെല്ലാം തന്നെ വരുന്നത് നിയന്ത്രിച്ച് നിർത്താനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കാവുന്ന മില്ലറ്റ്സ് പ്രൊഡക്ട്സുകളൊക്കെ തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ ഹോം ഡെലിവറി അവൈലബിൾ ആണ്. യാതൊരു മായവും ചേർക്കാത്ത, പ്രിസർവേറ്റീവ്സ് ചേർക്കാത്ത, നമ്മുടെ വീടുകളിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്ട്സുകൾ നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും കൂടാതെ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.